പാലക്കാട് ജില്ലയിലെ ഒരു ചെറുഗ്രാമം. ആ ഗ്രാമം ഉണരുന്നത് ഒരു ടാക്സിക്കാരൻ്റെ ശബ്ദത്തിലൂടെയാണ്. അതെ, നജീബിൻ്റെ ടാക്സിക്കാരൻ്റെ ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമത്തിലെ ആളുകൾക്കറിയാം നജീബ് വന്നിരിക്കുന്നുവെന്ന്. നജീബ് ഒരു സാധാരണ ടാക്സി ഡ്രൈവറാണ്. പക്ഷേ അവൻ്റെ ജീവിതം സാധാരണമല്ലായിരുന്നു. അതിൽ സ്നേഹവും കരുതലും ഉത്തരവാദിത്വം നിറഞ്ഞിരിക്കുന്നു. ദിവസവും മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവനെ കാത്ത് ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. അതെ, നജീബിൻ്റെ ഭാര്യ സുഹറ. നജീബിൻ്റെ ഭാര്യ സുഹറ എല്ലായ്പ്പോഴും പ്രതീക്ഷയോടെ അവനെ കാത്തിരിക്കും. ആ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ നിറഞ്ഞിരിക്കുന്നത് സ്നേഹമായിരുന്നു. സുഹറ 7-ാം മാസം ഗർഭിണിയായിരുന്നു. ശരീരത്തിൽ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും മനസ്സിൽ ശക്തിയുണ്ടായിരുന്നു. നജീബിനോടുള്ള അതിയായ സ്നേഹമുണ്ടായിരുന്നു. നജീബ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സുഹറ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി വയ്ക്കും. നജീബ് എപ്പോഴും അവളോട് പറയും, "നീ വിശ്രമിക്കണം സുഹറ." പക്ഷേ സുഹറ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, "നിന്റെ സന്തോഷം തന്നെയാണ് എൻ്റെ വിശ്രമം." ആ ചെറിയ വീട്ടിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞു വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഇരുവരും സംസാരിക്കും. നജീബ് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് നടക്കുന്ന സ്വപ്നം എപ്പോഴും സുഹറ കാണും. സുഹറ ആ കുഞ്ഞിൻ്റെ ആദ്യ ചിരിക്ക് വേണ്ടി കാത്തിരിക്കും. ഗ്രാമത്തിൻ്റെ നിശബ്ദതയിൽ അവരുടെ സ്നേഹം ഒരു മൃദു സംഗീതം പോലെ ഒഴുകി. അങ്ങനെ ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം പതിവ് പോലെ നജീബ് തൻ്റെ ടാക്സി കാർ ഓടിച്ച് ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് പോയിരുന്നു. അതേ സമയത്ത് ഒരു യുവതി കൈയുയർത്തി ടാക്സി നിർത്തി. അതെ, ആ യുവതിയുടെ പേര് ലൈല. നജീബ് ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് ഒരു വ്യത്യസ്തമായ ആത്മവിശ്വാസവും സൗന്ദര്യവും അവൻ ശ്രദ്ധിച്ചു. അവളുടെ സംസാര ശൈലി മൃദുവും ആകർഷകവുമായിരുന്നു. യാത്ര സമയത്ത് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. ആ ഒരു യാത്രയോടെ തുടങ്ങിയത് പിന്നീട് പതിവായി മാറി. ലൈല ദിവസവും അല്ലെങ്കിൽ പലപ്പോഴുമായി നജീബിൻ്റെ ടാക്സിയിൽ തന്നെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. ഓരോ യാത്രയും കൂടുതൽ നീളുകയും അവരുടെ സംഭാഷണങ്ങൾ കൂടുതൽ ആഴത്തിലാകുകയും ചെയ്തു. ലൈലയുടെ സ്വഭാവത്തിലുള്ള ചൂടും സംസാരത്തിലെ ഒരുമയവും ഉണ്ടായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ നജീബിൻ്റെ മനസ്സ് എവിടെയോ ഒഴുകിപ്പോകും. പതിയെ പതിയെ, വളരെ പതിയെ നജീബ് ആ ബന്ധത്തിൽ കുടുങ്ങുവാൻ തുടങ്ങി. മുമ്പ് ഓരോ സന്ധ്യയും വീട്ടിലേക്ക് വേഗത്തിൽ പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നജീബ് ഇപ്പോൾ യാത്രകൾ നീടുവാൻ തുടങ്ങി. ലൈലയോടൊപ്പം ചെലവഴിക്കുന്ന സമയം അവനൊരു പുതിയ ലോകം പോലെ തോന്നി. ആ ലോകത്തിൽ സുഹറയുടെ മൃദുവായ കാത്തിരിപ്പില്ലായിരുന്നു. അവളുടെ കരുതലും സ്നേഹവും ഇല്ലായിരുന്നു. നജീബ് അറിയാതെ തന്നെ ലൈലയെ സ്നേഹിച്ചു തുടങ്ങി. ഇതേ സമയം സുഹറയുടെ മനസ്സിൽ സംശയത്തിൻ്റെ ചെറിയ നിഴലുകൾ പതിക്കുവാൻ തുടങ്ങി. എന്താണ് മാറിയത്? അവൾക്ക് മറുപടി കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതേസമയം നജീബ് ഒരു അപകടകരമായ വഴിയിലേക്ക് നീങ്ങുകയാണെന്ന് അവൻ പോലും മനസ്സിലാക്കിയിരുന്നില്ല. കാലം കടന്നു പോയപ്പോൾ നജീബിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. മുൻപ് മൃദുവായും കരുതലോടെയും സംസാരിച്ചിരുന്ന നജീബ് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും സുഹറയോട് ദേഷ്യം കാണിക്കും. വീട്ടിലെ ശാന്തത മന്ദമായി നഷ്ടപ്പെടുവാൻ തുടങ്ങി. ഒരു ദിവസം സുഹറയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമായി. അവൾക്കിപ്പോൾ 9-ാം മാസമായി. അവൾക്ക് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വന്നു. അവൾ നജീബിനോട് മൃദുവായി പറഞ്ഞു, "നജീബ്, ഇന്ന് എൻ്റെ ഒപ്പം ആശുപത്രിയിലേക്ക് വരാമോ?" അവളുടെ കണ്ണുകളിൽ ഒരു അപേക്ഷയുണ്ടായിരുന്നു, ഒരു ഭാര്യയുടെ പ്രതീക്ഷയും ഒരമ്മയാകാനിരിക്കുന്ന സ്ത്രീയുടെ ഭയവും. പക്ഷേ നജീബിൻ്റെ മറുപടി കഠിനമായിരുന്നു. "എനിക്ക് സമയമില്ല, നീ തന്നെ പോയാൽ മതി. നിന്റെ ഒപ്പം ആശുപത്രിയിലേക്ക് വരുവാനല്ല എൻ്റെ സമയം." അതുമാത്രമല്ല, അവൻ അവളോട് ദേഷ്യപ്പെട്ടു. ആ വാക്കുകൾ സുഹറയുടെ ഹൃദയത്തിൽ ഒരു കത്തി പോലെ പതിച്ചു. അവളൊന്നും പറഞ്ഞില്ല. സുഹറ ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് പോയി. പരിശോധനകൾക്കായി കാത്തിരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത, ഇപ്പോൾ അവൻ എൻ്റെ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ. ഡോക്ടർ അവളെ പരിശോധിച്ചു. കുഞ്ഞു സുഖമായിരിക്കുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ 9-ാം മാസമാണ്. അതീവ ശ്രദ്ധ വേണം. പ്രസവം എപ്പോൾ വേണമെങ്കിലും ആകാമെന്നും ഡോക്ടർ പറഞ്ഞു. അവൾ മന്ദമായി തലകുനിച്ചു. ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ നജീബിൻ്റെ മുഖം മാത്രമായിരുന്നു. നജീബ് എങ്ങനെയാണ് ഇത്രയും മാത്രം മാറിയത്? പണ്ട് അവൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ പോയി. പക്ഷേ ആ ദിവസം സുഹറയുടെ ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായി മാറിപ്പോയിരുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴുങ്ങിക്കൊണ്ടേയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം, സൂക്ഷിക്കണം. അവൾക്കൊരു ആശ്വാസം വേണമായിരുന്നു, ഒരു കരുതൽ, ഒരു കൈപ്പിടുത്തം. പക്ഷേ അവൾക്ക് ലഭിച്ചത് അതിന് വിപരീതമായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കടലിൻ്റെ അരികിലൂടെ അവൾ കടന്നു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു ദൃശ്യത്തിൽ നിശ്ചലമായി. അതെ, അവിടെ നജീബും ലൈലയുടെ കൂടെ ബീച്ചിലിരുന്ന് ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നു. ആ നിമിഷം സുഹറയുടെ ഹൃദയം നിശബ്ദമായി തകർന്നു. അവൾ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. കാരണം ചില വേദനകൾ വാക്കുകൾ വേണ്ട,
അവ കണ്ണുകൾ തന്നെ തെളിയും. ഭാരമുള്ള ഹൃദയമായി അവൾ വീട്ടിലേക്ക് മടങ്ങി. ആ രാത്രി വളരെ വൈകിയാണ് നജീബ് വീട്ടിലെത്തിയത്. അവൻ്റെ മുൻപിൽ നിൽക്കുന്ന സുഹറയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ദേഷ്യത്തോടെ ചോദിച്ചു, ഇന്ന് ബീച്ചിൽ വെച്ച് നിങ്ങളുടെ ഒപ്പം ഞാനൊരു സ്ത്രീയെ കണ്ടല്ലോ, ആരാണത്? ആ ചോദ്യം സ്നേഹത്തിൻ്റെയല്ല, വേദനയുടെ ആയിരുന്നു. പക്ഷെ നജീബിൻ്റെ മറുപടി കഠിനമായിരുന്നു. അവൻ ദേഷ്യപ്പെട്ടു. സുഹറയുടെ വാക്കുകൾ അവഗണിച്ചു. നിനക്കെന്നെ സംശയമാണ് അല്ലേ? നിന്നെ ഞാൻ മടുത്തു. അവൻ ഉടനെ തന്നെ റൂമിൽ കയറി വാതിലടച്ചു. സുഹറയുടെ മനസ്സിൽ അതിശക്തമായ വേദന വന്നു. പക്ഷേ അതിനുപരി ആ സമയത്ത് തന്നെ അവൾക്ക് പ്രസവ വേദനയും വന്നിരുന്നു. അതെ, അതിശക്തമായ വേദന അവളുടെ ശരീരത്തിലൂടെ പടർന്നു. അവൾ വേഗം തന്നെ നജീബിൻ്റെ മുറിയുടെ വാതിൽ തട്ടി വിളിച്ചു. നജീബ്, നജീബ്, വാതിൽ തുറക്കൂ, എനിക്ക് അതിയായ വേദനയുണ്ട്, എനിക്ക് വയറുവേദനിക്കുന്നു, നജീബ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പുറത്ത് ആകാശം പൊട്ടിത്തെറിക്കുന്ന പോലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മിന്നലും ഇടിയും ചേർന്ന രാത്രി ഭയപ്പെടുത്തുന്ന രീതിയിൽ മാറി. പക്ഷേ ആ രാത്രി നജീബ് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവൻ ദേഷ്യത്തിൽ വാതിൽ തുറന്നു. അവൻ അതേസമയം സുഹറയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വേദന കൊണ്ട് അവൾ വയറു പിടിച്ചു കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ മഴയിൽ നനഞ്ഞുകൊണ്ട് സുഹറ ആ വീട്ടിൻ്റെ മുൻപിൽ നിന്നു. നജീബ്, ദയവായി എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ നജീബ്, അവൾ അപേക്ഷിച്ചു. പക്ഷേ നജീബ് അവളെ ദേഷ്യത്തിൽ തന്നെ അവളോട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ, നിന്നെ എനിക്ക് മടുത്തിരിക്കുന്നു. നജീബ് അവളെ വാതിൽ പുറത്താക്കി വാതിലടച്ചു. അവൾക്കിനി ആരുമില്ല. വേദനയും മഴയും ഒറ്റപ്പെട്ട ആ രാത്രി മാത്രം. സുഹറ കരഞ്ഞുകൊണ്ട് വയറും പിടിച്ച് പതുക്കെ റോഡിലൂടെ നടന്നു. ഓരോ ചൂടും വേദനയോടെ, ഓരോ ശ്വാസവും കരച്ചിലോടെ. ആ രാത്രി ഒരമ്മയുടെ വേദനയും ഒരു ഭാര്യയുടെ തകർച്ചയും ഒരു മനുഷ്യൻ്റെ ക്രൂരതയും ഒന്നായി കൂടിച്ചേർന്ന ആ രാത്രിയായിരുന്നു. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഇരുണ്ട രാത്രിയിൽ സുഹറ വേദനയോടെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ചൂണ്ടും അവൾക്ക് സഹിക്കുവാൻ പറ്റാത്ത വേദനയായി മാറി. അവളുടെ ശ്വാസം വേഗത്തിലായി. കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ഇനി നടക്കുവാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷം അവൾ പെട്ടെന്ന് തന്നെ റോഡിൻ്റെ അരികിലിരുന്നു. വയറു പിടിച്ചു വേദന കൊണ്ട് കരഞ്ഞു. അള്ളാഹുവേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അവളുടെ അതരങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന മാത്രം. അതേസമയം അതുവഴി ഒരു കാർ പതുക്കെ എത്തി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സഫിയ എന്ന നേഴ്സായിരുന്നു അത്. ഒരു നിമിഷം കാർ കണ്ടപ്പോൾ സുഹറ കാർ തടഞ്ഞു നിർത്തി. സഫിയ ഒരു നിമിഷം സുഹറയെ നോക്കി. സഫിയയ്ക്ക് ഒരു നിമിഷം സുഹറയെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. കാരണം സഫിയയുടെ ആശുപത്രിയിലാണ് സുഹറ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണുന്നത്. ഇത് സുഹറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ വേഗം തന്നെ കാറിൻ്റെ പുറത്തിറങ്ങി. സുഹറയെ വേഗം തന്നെ കാറിൻ്റെ ഉള്ളിലിരുത്തി. സുഹറ ഉറക്കെ പൊട്ടിക്കരയുകയായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ സഫിയ അവളെ കരുതലോടെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ കൂടെ. മഴയും ഇരുട്ടും മറികടന്ന് കാർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തിയതും ഡോക്ടർമാർ ഉടനെ സുഹറയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. സമയം കളയുവാനൊന്നുമില്ലായിരുന്നു. പ്രസവം വേഗം തന്നെ നടന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ആശുപത്രിയുടെ നിശബ്ദത ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാൽ നിറഞ്ഞിരുന്നു. ഒരു ആൺകുഞ്ഞ് സുഹറയുടെ കൈകൾ. വേദനയും കണ്ണുനീരും നിറഞ്ഞ ആ രാത്രി ഒരു പുതിയ ജീവിതം ജനിച്ചു. സുഹറ ക്ഷീണതയായി കണ്ണു തുറന്നു. കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും ജീവൻ തെളിഞ്ഞു. ആ നിമിഷം അവൾ മനസ്സിലാക്കി, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവളുടെ ജീവിതത്തിൽ ഇനിയൊരു പുതിയ അർത്ഥമുണ്ട്. അവളുടെ കുഞ്ഞി. പുറത്ത് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിൽ പുതിയ പ്രഭാതം ഉദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി. ജീവിതം ഓരോരുത്തർക്കും അവരുടെ വഴികൾ തിരഞ്ഞെടുത്തു. സുഹറയുടെ ജീവിതത്തിൽ സഫിയ ഒരു അനുഗ്രഹമായി മാറി. ആർക്കുമില്ലാത്ത ഒരു സ്ത്രീയായ സഫിയ സുഹറയെ സ്വന്തം മകളെ പോലെ കരുതി. അവളുടെ കുഞ്ഞിനെയും സഫിയ നല്ല രീതിയിൽ സ്നേഹിച്ചു. ആ ചെറിയ ബന്ധം ഒരു കുടുംബമായി മാറി. വേദനയിൽ നിന്ന് ഉയർന്ന ഒരു പുതിയ ജീവിതം. മറുവശത്ത് നജീബിൻ്റെ ജീവിതം തകർച്ചയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടേയിരുന്നു. ലൈല അവൾ നജീബിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ തന്നെ അപ്രത്യക്ഷമായി. അവൻ്റെ പണവും സ്വത്തുമായിരുന്നു അവളുടെ മനസ്സിൽ. അങ്ങനെ നജീബിൻ്റെ പണവും സ്വത്തും കൈപ്പെടുത്തി മറ്റൊരാളുടെ ഒപ്പം അവൾ പോയി. അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല. അവളുടെ പിന്നിൽ വന്ന പ്രശ്നങ്ങൾ നജീബിനെ കൂടുതൽ തകർത്തു. അവൾ ഗുണ്ടകളെ വിട്ട് അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതെ, നജീബ് ഒടുവിൽ ഒറ്റപ്പെട്ട ജീവിതമായി. ആശ്രമമില്ലാത്ത അവസ്ഥ, വീട് പോലുമില്ലാത്ത അവസ്ഥ. മുൻപ് അവൻ്റെ ടാക്സിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നാട്ടുകാർ സന്തോഷത്തോടെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെ കാണുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പുച്ഛം മാത്രം. ജീവിതം ഇങ്ങനെ മാറുമെന്ന് നജീബ് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ഒരു ദിവസം ടാക്സി ഓടിച്ച് പോകുന്നതിനിടയിൽ വലിയൊരു അപകടം അവൻ സംഭവിച്ചു. ആ അപകടം അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ മാറ്റിമറിച്ചു. അവൻ്റെ 2 കാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടു. കിടക്കയിൽ ഒറ്റയ്ക്ക് നിസ്സഹനായി കഴിയേണ്ട അവസ്ഥ വന്നു. ആ സമയം അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമായിരുന്നു, സുഹറ. അതെ, അവളുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവളുടെ കുഞ്ഞി എന്തോരമായിട്ടുണ്ടാകും. എൻ്റെ മോനെ, അന്ന് ഞാൻ അവളെ നിറവയറ്റിൽ അവളെ പുറത്താക്കി.
ആ കണ്ണുനീർ കൊണ്ട് കഴിഞ്ഞ കാലം തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലായിരുന്നു നജീബിന്. വർഷങ്ങൾ കടന്നു. സുഹറയുടെ മകൻ വളർന്നു. അമ്മയുടെ കഷ്ടപ്പാടും സഫിയയുടെ സ്നേഹവും ചേർന്ന് വളർന്ന ആ കുഞ്ഞി ഒരു നല്ല മനുഷ്യനായി മാറി. അവൻ പഠിച്ചു, ശ്രമിച്ചു, അവസാനം ഒരു ഡോക്ടറായി. ഒരു വലിയ വീട്ടിൽ സുഹറയും അവളുടെ മകനും സഫിയയും അവിടെ സന്തോഷത്തോടെ താമസിച്ചു. സുഹറയുടെ കണ്ണുകളിൽ ഇപ്പോൾ സമാധാനം. മറുവശത്ത് നജീബ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഭിക്ഷ ചോദിക്കേണ്ട അവസ്ഥ വന്നു. വിധിയുടെ വക്കിലിരുന്ന് കൈനീട്ടി ആളുകൾ കടന്നുപോകും. ചിലർ നാണയങ്ങളിടും, ചിലർ നോക്കാതെ പോകും. ജീവിതം അവന് കഠിനമായ പാഠമായിരുന്നു കിട്ടിയത്. സ്നേഹം വിലമതിക്കാത്തവർക്ക് ഒരിക്കൽ അത് നഷ്ടമാകും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആശുപത്രിയുടെ മുൻപിൽ നജീബ് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അരികിലേക്ക് ഒരു കാർ വന്നു നിർത്തി. വാതിൽ തുറന്നു ആ കാറിൽ നിന്നിറങ്ങിയത് അതെ, സുഹറയും സുഹറയുടെ മകൻ ഡോക്ടറായ ഫൈസലുമായിരുന്നു. സുഹറ ഒരു നിമിഷം അകലെ നിന്ന് നജീബിനെ കണ്ടു. അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ സുഹറയ്ക്ക് മനസ്സിലായി നജീബിനെ. സുഹറ ഒരു നിമിഷം നജീബിനെ നോക്കിയപ്പോൾ കാലം മാറ്റിയ ആ രൂപം. പക്ഷെ അവൾക്ക് തിരിച്ചറിയാൻ സമയം വേണ്ടി വന്നില്ല. നജീബ് അവളുടെ മനസ്സിൽ ആ പേര് മുഴങ്ങി. അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. വിധിയുടെ വക്കിൽ കൈനീട്ടിയിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ. പക്ഷെ അവളുടെ കണ്ണിൽ അവനിപ്പോഴും അവളുടെ ഭർത്താവായിരുന്നു. നജീബ് തല ഉയർത്തി നോക്കി. ആ മുഖം കാലം മങ്ങിച്ചുവെങ്കിലും അവനൊരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമായിരുന്നു സുഹറയുടേത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് നജീബിനെ കണ്ടപ്പോൾ സഹിക്കുവാനായില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ആ സമയത്ത് സുഹറയുടെ കൂടെ നിന്നിരുന്ന അവളുടെ മകൻ ആശ്ചര്യത്തോടെ നോക്കി. സുഹറ മൃദുവായി പറഞ്ഞു, മോനെ, ഇതാണ് നിന്റെ വാപ്പ. ആ നിമിഷം സമയം നിശ്ചലമായി. ആ വാക്കുകൾ കേട്ടപ്പോൾ സുഹറയുടെ മകൻ്റെ മുഖം മാറി. ഞെട്ടൽ, ദേഷ്യം, വേദന എല്ലാം ചേർന്നു. എൻ്റെ ഉമ്മയെ കഷ്ടപ്പെടുത്തിയത് നിങ്ങളാണ് അല്ലേ? അവൻ ദേഷ്യത്തിൽ തന്നെ ശബ്ദം വിറച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കുത്തുന്നതുപോലെ നജീബിൻ്റെ ഹൃദയത്തിൽ തട്ടി. നജീബ് ഒരു നിമിഷം തലകുനിച്ചു. കണ്ണുനീർ തടയുവാനായില്ല. അതെ, ഞാനാണ്. അവൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പ് തരൂ. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് ശിക്ഷ കിട്ടി. മോൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുഹറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, തെറ്റ് ആർക്കും പറ്റും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ശിക്ഷിക്കരുത് അദ്ദേഹത്തെ. സുഹറയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നജീബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നജീബ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതം അവനെ എല്ലാം പഠിപ്പിച്ചു. പക്ഷേ വളരെ വേഗിയാണ്. ആ ദിവസം വിധിയുടെ വക്കിൽ 3 ഹൃദയങ്ങൾ നിന്നു. അതെ, ആകാശം നിശബ്ദമായി നിന്നു. പക്ഷേ ആ നിശബ്ദതയിൽ ഒരവസാനം മാത്രമല്ല, ഒരു പുതിയ തുടക്കത്തിൻ്റെ ശബ്ദവും ഉണ്ടായിരുന്നു. സുഹറ ഒരു നിമിഷം നിശബ്ദമായി നിന്നുകൊണ്ട് പിന്നീട് അവൾ ഒരു തീരുമാനമെടുത്തു. നമുക്ക് നിന്റെ വാപ്പയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നജീബ് അതിശയത്തോടെ ഒരു നിമിഷം സുഹറയെ നോക്കി. അവൻ അർഹിക്കാത്ത ഒരു ക്ഷമ, അവൻ അപ്രതീക്ഷിക്കാത്ത ഒരു കരുതൽ. സുഹറയും മകനും ചേർന്ന് നജീബിനെ അവരുടെ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ ഒരിക്കൽ അവൻ നഷ്ടപ്പെടുത്തിയ സ്നേഹം വീണ്ടും അവനെ ചുറ്റിപ്പറ്റി. അതെ, സുഹറ അവനെ പഴയതൊന്നും ചോദിച്ചില്ല. പഴയ വേദനകൾ തുറന്നു പറഞ്ഞില്ല. അവൾ ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രം, പരിചരണം. ഭക്ഷണം കൊടുത്തു, മരുന്ന് നൽകി, ഒരു മനുഷ്യനായി വീണ്ടും ജീവിക്കാൻ അവനെ സഹായിച്ചു. നജീബ് ഓരോ ദിവസവും അത് കണ്ടു. അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധം, പക്ഷേ അതിനൊപ്പം ഒരു നന്ദിയും. ഇത്രയും സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല, അവൻ പലപ്പോഴും പറഞ്ഞു. സുഹറ ചിരിച്ചു. സ്നേഹം, അർഹത ഒന്നും നോക്കിയില്ല. ആ വാക്കുകൾ അവൻ്റെ ഹൃദയം തകർത്തു, ശക്തമാക്കി, ശാന്തമാക്കി. പക്ഷേ കാലം ആരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നില്ല. നജീബിൻ്റെ ശരീരം ദുർബലമായി. രോഗം കൂടിക്കൂടി വന്നു. ഒരു ദിവസം അവൻ കിടക്കയിൽ ശാന്തമായി കിടന്നു. സുഹറയുടെ കൈ പിടിച്ചു. എനിക്ക് മാപ്പ് തരൂ, അവൻ അവസാനമായി ചോദിച്ചു. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലകുനിച്ചു. അതെ, ഞാൻ എപ്പോഴേ നിങ്ങളോട് മാപ്പ് തന്നിരിക്കുന്നു. ആ മറുപടി കേട്ട് നജീബിൻ്റെ മുഖത്ത് ഒരു സമാധാനം തെളിഞ്ഞു. ഒരു നീണ്ട ശ്വാസം, ഒരു ചെറിയ നിശബ്ദത. അവൻ്റെ കൈ പതുക്കെ ശാന്തമായി. നജീബ് ജീവിതത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിച്ച് ആശ്വാസത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വീട്ടിൽ നിശബ്ദത നിറഞ്ഞു. സുഹറയുടെ കണ്ണുനീർ തുടച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ഭാരമില്ലായിരുന്നു. കാരണം അവൾ വെറുപ്പോടെയല്ല, ക്ഷമയോടെ കഥ അവസാനിപ്പിച്ചിരിക്കുന്നു. ആകാശം പുറത്ത് ശാന്തമായിരിക്കുന്നു. ഒരു ജീവിതം അവസാനിച്ചു, പക്ഷേ സത്യവും അവിടെ ശേഷിച്ചു. സ്നേഹം നഷ്ടപ്പെടുത്താം, പക്ഷേ ക്ഷമ മനുഷ്യനെ വീണ്ടും ഉയർത്തും. ഇതായിരുന്നു അവരുടെ കഥയുടെ അവസാനം. ശാന്തമായ ഒരു അവസാനം, ഒരു വലിയ പാഠവും നമുക്ക് ഈ കഥയിലുണ്ട്.